എടാ വല്ലതും കിട്ടുന്നേ അതൊക്കെ കാണിച്ചേടാ. ഇന്ന് മീൻ പിടുത്തല്ലേ, ഇന്ന് വേറെ ലെവല് മീൻ പിടുത്താം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനേ ഒരു തനി നാടൻ ശൈലിയുള്ള മീൻ പിടുത്തം നമ്മുടെ പട്ടച്ചൂണ്ടിലൊക്കെ ഇട്ടിട്ട് ഇവിടെ പൊരിക്ക് എന്ന് പറയും, പൊരിക്ക് കറൂപ്പ്. പല നാട്ടിലും പല പേര്. അത് എന്തായാലും നമ്മൾ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഈ ഒരു ആയുധം ഉണ്ടായാൽ മതി, ഇതുമാ ഇഷ്ടം പോലെ നമുക്ക് പിടിക്കാൻ പറ്റും. ഇതിമൊരു ഈരയും ഒരു ഉക്കും കൊടുത്താൽ മതി. അത് നമ്മൾ മണ്ണിരിനെ ഇരയായി ഉപയോഗിച്ചാൽ ഇഷ്ടം പോലെ സാധനം അവിടെ നിന്ന് കിട്ടും. നമ്മൾ എന്തായാലും ഒരു ബക്കറ്റ് മീൻ അതിന് പിടിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാര്യം. അപ്പോഴേ എങ്ങനെ ഈ കൊക്ക നമ്മൾ കെട്ടുന്ന ഐറ്റം കാണിച്ചു തരാം. അത് അടുത്ത് പിടിക്കും. ആദ്യം ഈര എടുത്തിട്ടേ സ്ട്രൈറ്റ് ഈരന് അതിങ്ങനെ രണ്ടായി മടക്കി പിടിക്കുക. അങ്ങനെ പിടിച്ച് ഉക്കിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഈ വേസ്റ്റ് ഇങ്ങനെ തുമ്പെടുത്തിട്ട് നമുക്ക് 2 റൗണ്ടോ 3 റൗണ്ടോ ചുറ്റാം. എന്നിട്ട് ഈ തുമ്പ് വെച്ചിട്ട് ഈ ഹോളിതാ നമ്മൾ പിടിച്ച ബാക്ക് വശം ഉള്ളിൽ കൂടെ ഇറക്കിയിട്ട് ജസ്റ്റ് ടൈറ്റായി കൊടുത്താൽ മതി. ഇനി വേസ്റ്റ് പീസ് കട്ട് ചെയ്താൽ അല്ല കട്ട, അത് പെട്ടെന്ന് നയ്യാത്ത അടിപൊളി കുക്കാണ്. അപ്പോൾ ചൂണ്ടലൊക്കെ റെഡിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴിയുമ്പോൾ കോർക്കായ ഇര വേണം, ഞാഞ്ഞോള് മണ്ണിര എന്നൊക്കെ പറയുന്ന സാധനം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. സാധനം നെല്ലിൻ്റെ അരുവില, നെല്ല് മാന്തിക്കാളാ, നെല്ല് മാന്തണ്ട ഇഷ്ടം പോലെ ഉണ്ടാ. നെല്ല് മാന്തി ആൾക്കാരൊന്നും തല്ലിട്ടും പറ്റും. ഒരു കതിരെടുത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എടാ നാളത്തെ ഒരു അരിമണിയാണ് അത്. ആലോചിക്കാം. ഒരു ഇല എന്തെങ്കിലും പൊട്ടിച്ചോ? ഇത് നല്ല റിസൾട്ട് ഉണ്ടാവും. ഇത് പാടത്തെ ഏരിയയാണ്. നമ്മളെ പറമ്പിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി നല്ല റിസൾട്ട് ഉണ്ടാവും ഇതിനാണ്. നോക്കി നോക്കുക. നമ്മളിതായി ചാലിലൊക്കെ ചൂണ്ടിലിരുന്നേ ഇഷ്ടംപോലെ പൊരിക്കുന്നുണ്ട്, കിട്ടാതിരിക്കൂല. നോക്കി നോക്കാം നമുക്ക്. വരൊക്കെ മാന്തിഞ്ഞ് കോർത്ത് ചൂണ്ടലിട്ടാൽ മതി. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഉള്ളവരൊന്നും പരിചയപ്പെടുത്തില്ല. ഇതിൻ്റെ ഉപ്പാൻ്റെ അനിയൻ, എൻ്റെ ആപ്പപ്പോ, പിന്നെ അതാ ഇതിൻ്റെ അനിയൻ വേറെ എടുത്തിട്ടുണ്ട് അവിടെ. അവനവിടെ ചൂണ്ടലുള്ളൊക്കെ തുടങ്ങി. അവനെന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി നോക്കാം. മീൻ പിടുത്തം തുടങ്ങണമെങ്കിൽ അവനക്ക് ആദ്യത്തെ മീൻ കിട്ടിയിട്ടോ. അവളെ കാണിച്ചു കൊടുത്താ, കാണിച്ചു കൊടുത്തേ. ചെക്കൻ മീൻ പിടിച്ചിട്ടാ. സംഭവം സിമ്പിളാണ് കേട്ടോ, വേഗം കൊത്തുന്നുണ്ട്. നമ്മൾ രണ്ടാമത്തെ മീൻ കേട്ടോ. ബാക്കി നമ്മൾ വന്ന് നിൽക്കുന്ന സ്പോട്ട് ഭയങ്കര വെയിലുള്ള സ്പോട്ടാ. മത്തുച്ചൊക്കെ വരും ചെയ്തു. ഒരാളൊക്കെ നല്ല മീൻ കിട്ടുന്നതാണ് കൊടുന്നതാ. കൊത്തുന്നത് കിട്ടുന്നതൊക്കെ ഉണ്ട് കേട്ടോ. കിട്ടുന്നില്ലാന്ന് പറയുന്നില്ല, നോക്കിയാൽ കിട്ടും. നമ്മളൊരു ബക്കറ്റാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളിന്ന് പിടിച്ചിട്ടേ പോകുള്ളൂ. നമ്മളെ മൂന്നാമത്തെ മീൻ കയറി കേട്ടോ. പറ്റ ചെറുതാ, എന്നാലും എടുക്കാം. ഇവിടെ വലിയ സൈസൊന്നും ആവും. ബക്കറ്റിൽ കാണിച്ചു കൊടുക്കണം. ഇത് നരയെന്നൊക്കെ പറഞ്ഞിട്ടാ കൊടുന്നേ. എല്ലാം നടക്കുമെന്നാവും. വെയിലല്ലാത്ത ബാക്കിയൊക്കെ അനുകൂലമാണ്. നമുക്ക് വെയിൽ മാത്രം നമ്മൾ പ്രതികൂലമായി നിൽക്കുന്നുള്ളൂ. നോക്കാം കിട്ടും. എവിടെ ഉണ്ടായിരുന്നടാ? സൈറ്റ് മാറിയിട്ടോ. അവിടെ വമ്പം വെയിലായിരുന്നു.
അവിടെ വെയിലോണ്ട് വെയിൽ, അപ്പോൾ നിൽക്കാൻ കഴിയാത്ത വെയിലാണ്. അപ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് വേറൊരു കുളമുണ്ട് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ള. അപ്പോൾ ക്യാമറമാൻ ഭയങ്കര പരാതി, അവന് വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല പറഞ്ഞിട്ട്. അപ്പോൾ അവൻ കയറിയപ്പോൾ ചൂണ്ടലിടുക, അവൻ്റെ ചൂണ്ടലിടൽ ഞാനും നിർത്തോട്ടെ, അവൻ മീൻ കിട്ടുന്നൊക്കെ പറഞ്ഞ് ചൂണ്ടലിടൽ തുടങ്ങിയ വല്ലതും ഉണ്ട്. എന്തു ആടെ അതിന് വീടടാ, എന്താടാ കാണിച്ച എന്തിനാ അതിനെ പിടിച്ചേ? ഓ വലിയ മീൻ പിടിച്ച മഹാനാട്ടോ. പാവം കിട്ടടാ, അത് ഇപ്പോൾ പാറ്റിയിട്ടുള്ളൂ തോന്നുന്നു. ഞാൻ വിട്ടേക്ക്. അപ്പോൾ അവൻ്റെ കാരണം എന്താ വെച്ചാൽ ഫോണിൽ കളിച്ചിരിക്കുന്ന എന്തൊക്കെയാ പറഞ്ഞീന്ന്, ഒരു ബക്കറ്റ് മീന് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ. എന്താടാ പൊത്തുന്നില്ലല്ലോ, ഞാൻ എന്താ ചെയ്യാ? അദ്രതൊക്കെ ഇടുന്ന മെനക്കാണ്. കിട്ടായിരിക്കും, തന്നെയല്ലോ, പൊത്തുന്നില്ല. ഇന്നിപ്പോൾ എന്താ ചെയ്യാ? കിട്ടും, കിട്ടായിരിക്കൂലടാ. അത് മൂഞ്ചോ ഇട്ടേക്കാരല്ലേ. കിട്ടും. അങ്ങനെ പോവല്ലടാ. മടുത്തോ? അന്ന് പാടില്ല. മീൻ പിടുത്തം ഇങ്ങനെയാണ്, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല. കിട്ടുന്നില്ലല്ലേ, നമുക്ക് വേണമെങ്കിൽ പോവാ. എന്താണ് ആകെ 3 മീൻ കിട്ടിയാൽ എങ്ങനെ കറി വെക്കുക? ബക്കറ്റ് മീൻ എന്തൊക്കെയായിരുന്നു. കയ്യിൽ പിടിച്ച് കളിക്കുക. ഇതിനെ കൊണ്ടേക്ക് എങ്ങനെ നമ്മൾ കറി വെക്കും? ഞാൻ പറയുമ്പോൾ ഇതിനെ വിടാല്ലേ? വായിക്കളാ, നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അടുത്ത പ്രാവശ്യം നല്ലൊരു മീൻ പിടുത്തം. 9 പേര് ഒന്നും പാടി വലുതായിട്ട് ഓക്കെ. ആഹാ, ഒരു സ്വർഗം കണ്ടുണ്ടാവും. നമുക്കൊക്കെ ഭാഗ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും പിടിക്കും. ഓ ഓക്കോ ഓക്കോ ഓക്കോ. ഈ പിടിച്ച മീനെ വിടുമ്പോൾ നല്ലൊരു സുഖമായിട്ടാണ് കാണിക്കുന്നത്. വെയിലും കൊണ്ട് കിടന്ന് പിടിച്ചിട്ടേ. അത് ഫായ്സിൻ്റെ വലിയ മീനാട്ടോ പോയിട്ട് നമ്മൾ. അപ്പോൾ മീൻ പിടുത്തമൊക്കെ അവസാനിപ്പിച്ചു. കിട്ടിയ മീനൊക്കെ വെള്ളത്തിൽ തന്നെ വിട്ടു. ആകെ ഷോക്കായി, ചെക്കന്മാർക്കൊക്കെ ആകെ ചർച്ച. എന്താ ചെയ്യുക, മീനൊന്നും കൊത്തിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു മീൻ പിടുത്തം സെറ്റപ്പ് മീൻ പിടുത്തം തന്നെ കാരണം നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.